എന്തുവരും സർ? ഇവൻ പെട്ടെന്നൊന്ന് പണക്കാരനാവാൻ നോക്കിയതാ. കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ് ഇടപാടുകാരുടെ നിന്ന് അനധികൃതമായി പണം വാങ്ങി. ദേ, അമ്മയും പെങ്ങളെയൊക്കെ ഒന്ന് കണ്ടോ? ഇങ്ങെടുക്ക്. അയ്യോ, നിനക്ക് ഇത്രയ്ക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ? സർ, ഞാൻ കമലേഷിന്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD. ഓഹോ, അത് താങ്കളായിരുന്നോ? അത്രയും വലിയൊരു കമ്പനിയുടെ MDയുടെ അനിയന് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു സാറേ? അത് തന്നെ സാർ എനിക്ക് ചോദിക്കാനുള്ളത്. കുടുംബത്തിന്റെയും കമ്പനിയുടെയും പേര് കളയാനായി ഇങ്ങനെ ചിലർ ജനിക്കും. എത്ര കൊമ്പത്തുള്ള ആളാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ സാറേ. നടക്ക്. സാറേ, ഉണ്ണി, അയ്യോ, മോനെ, ഉണ്ണിട്ടാ, മോനെ കൊണ്ടുപോവല്ലേ സാറേ. ഒരബദ്ധം പറ്റിപ്പോയതായിരിക്കും സാറേ. കേസാക്കരുത്. കേസാക്കരുതെന്നോ? കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റവാ. അത്തരക്കാരെ പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇവിടെ ഇവന് മാത്രം ആ നിയമം പൊളിച്ചെഴുതാൻ പറ്റില്ല. ഇതാദ്യമായിട്ട് ഉണ്ണിയേട്ടൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുന്നത്. അതൊക്കെ എല്ലാവരും പറയും. ഒരാൾ പിടിക്കപ്പെടുമ്പോ ഇതിനു മുമ്പ് അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയും. അല്ലെങ്കിൽ പറയിപ്പിക്കാൻ പോലീസിന് അറിയാം. സാറേ, ഇത്തരക്കാരോട് ഒരു ദയാദാക്ഷിണ്യം കാണിക്കാൻ പാടില്ല സർ. മാന്യമായ ശമ്പളം കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ ഇൻസെന്റീവും കിട്ടുന്നുണ്ട്. അതെല്ലാം പോരാഞ്ഞിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അതിന് നിയമത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് എന്ത് ശിക്ഷ വേണമെങ്കിലും ഇവന് കൊടുക്കാം. ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കമ്പനിയിൽ വെച്ചോണ്ടിരുന്നാലേ കമ്പനി പൂട്ടിക്കെട്ടേണ്ടി വരും സാറേ. നടക്കടാ, നടക്ക്. അയ്യോ, ഉണ്ണിയേട്ടാ, മോനെ, ഉണ്ണിയേട്ടാ. അയ്യോ, അമ്മേ. തന്നെ എന്നെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടൊക്കെയാ അവൻ ഈ വീട് വിട്ടു പോയത്. അതിനുള്ള ചെറിയ ശിക്ഷ അവനിപ്പോ കിട്ടിയിരിക്കുന്നത്. അയ്യോ സാറേ, സാറേ, എന്റെ കുഞ്ഞിന്റെ ഭാവി ഇതോടെ ഇല്ലാതാവും സാറേ. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാറേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മകന് വേണ്ടി നിയമം പൊളിച്ചെഴുതാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. തലസ്ഥാനത്ത് കള്ളപ്പണം ഒഴുകുന്നുണ്ടെന്നാ ഞങ്ങളുടെ തലപ്പത്തുനിന്നാ മെസ്സേജ് കിട്ടിയത്. ഇവനെ മാത്രമല്ല, ഇത് എത്തിച്ചു കൊടുത്ത പലരെയും ഇനിയും പൊക്കാനുണ്ട്. അയ്യോ മോനെ, എടാ, നീ എന്തിനാ മോനെ ഇത് ചെയ്തത്? ഇപ്പോ എനിക്ക് കിട്ടുന്ന പണം തികയാതെ പോയതുകൊണ്ട്. കേട്ടല്ലോ, പണം തികയാതെ വരുമ്പോ എല്ലാവരും ഇതാ ചെയ്യുന്നെന്ന്. ഇങ്ങനെയുള്ളവൻ നാളെ ഒരു വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി വീടിനകത്തുള്ളവരെ കൊന്നിട്ട് പണവും സ്വർണവും കവരില്ലെന്ന് പറയാൻ പറ്റുമോ? അത്തരക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ മാതൃകാപരമായി ശിക്ഷിച്ചേ പറ്റൂ. അയ്യോ, കേറ്. കേരള അങ്ങോട്ട്, കേരള. മോനെ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ.